ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു മുഹൂർത്തം ഏതെന്ന് ചോദിച്ചാൽ ഇത് പറയാം. വളർച്ചയിൽ അസൂയ ഉണ്ടാകാം, ഒറ്റകളുണ്ടാകാം, അതൊക്കെ എങ്ങനെ തരണം ചെയ്തിട്ടുണ്ടാവും? നമ്മൾ നമ്മളുടെ ജീവിതം ജീവിക്കുന്നു, നമുക്ക് നമ്മളുടേതായ കാഴ്ചപ്പാട്. ഫസ്റ്റ് എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ ഷൂട്ടിനാണേലും ഒക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസും ഞാൻ പോകുന്ന സ്ഥലവും അതൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. ഈ അഭിനയിക്കാം എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി കഷ്ടപ്പെടും. ഒരു ഹിന്ദി എന്നുള്ള ആർട്ടിസ്റ്റ് ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യാം എന്ന രീതിയിൽ ഞാനത് അല്ല, രശ്മി എന്നെ ചെയ്യാൻ മതി, നമുക്ക് അങ്ങനെ മതി. അതാണ് ഇതിൻ്റെ കളർ ഗ്രേഡിങ് തന്നെ എവിടെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു ആൽബത്തിന് വേണ്ടി അവിടെ പോകാൻ പറ്റുമെന്ന് വരെ വലിയ വലിയ സിനിമകൾക്ക് മാത്രം കൊടുക്കുന്ന വേദിയിലാണ് നിങ്ങൾ ആൽബമായിട്ട് അവിടെ എത്തുന്നത്. ആദ്യം പറയുന്നത് DOP ആണ്, സ്വാഭാവികമായിട്ടും കളർ ഗ്രേഡിങ് DOP ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമുക്ക് അത് പ്രായോഗികമായ എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന്, അവരുടെ ഫിലിമോഗ്രാഫിയിൽ എവിടെയും ഒരു ആൽബം ഇല്ല. മലയാളത്തിലെ വലിയ ബഡ്ജറ്റുള്ള ലാൽ സാറിൻ്റെ ഹൃദയപൂർവ്വം, പിന്നെ അതിനുമുമ്പ് മിന്നൽ മുരളി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിനിമകൾ മാത്രമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. വളരെ ഒരു ചെറിയ സംരംഭമായി തുടങ്ങിയതാണ്. ഒരു പറഞ്ഞ പോലെ ഒരു ആൽബത്തിന് വേണ്ടി അത്രയധികം പൈസ മുടക്കുക അങ്ങനെയുള്ളതൊന്നും സാധാരണ നമ്മൾ ചെയ്യാറില്ല. പ്രോജക്റ്റ് ഇതായിരുന്നു, ഞങ്ങൾ ഒരു 8 എപ്പിസോഡുള്ള കാരണം ഞങ്ങൾ ഒരു എപ്പിസോഡ് ഈ ക്വാളിറ്റിയിൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ചെയ്യാം. അതിനുശേഷം നമുക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം. എത്ര വണ്ടിയുണ്ട്? എണ്ണം പോലും അറിയില്ല എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്ത് ഓടണം? MyG ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. MyG ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. MyG ആണ് ഫ്യൂച്ചർ. നമസ്കാരം. എന്നും സിനിമ ഇൻ്റർവ്യൂ ആണ്, ഇന്നൊരു ആൽബത്തിൻ്റെ ആണ്. കാരണം ആൽബം അത്രമാത്രം ഫേമസ് ആണ്, അത്രമാത്രം ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ആൽബത്തിൽ അഭിനയിച്ച ആളെയും ഡയറക്ഷനെയും എല്ലാവരെയും കൂടെ ഒന്നും കൂടി പരിചയപ്പെടാം അല്ലേ? നമസ്കാരം. ഗംഭീരമായിരിക്കുന്നു, താങ്ക് യു. നല്ല അഭിപ്രായമുണ്ട്. തുടക്കം മുതൽ ഞാൻ ഇതിനകത്ത് ഭാഗമായി എല്ലാം കണ്ടതാണ്. ഒരു ആൽബത്തിന് വേണ്ടി ഇത്രമാത്രം പൈസ മുടക്കി എടുക്കുക, അത് സി മ്യൂസിക് പോലെ സംഭവം അവർ ഏറ്റെടുക്കുക, അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിരുന്നില്ല. ഡയറക്ടറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഉറപ്പായിട്ടും ഒരു വലിയ ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. വളരെ ഒരു ചെറിയ സംരംഭമായി തുടങ്ങിയതാണ്. ഒരു പറഞ്ഞ പോലെ ഒരു ആൽബത്തിന് വേണ്ടി അത്രയധികം പൈസ മുടക്കുക അങ്ങനെയുള്ളതൊന്നും സാധാരണ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പിന്നെ ചെയ്യാൻ തുടങ്ങിയ ശേഷം എനിക്കൊരു മികച്ച ക്രൂവിനെ കിട്ടി. ഒപ്പം ക്യാമറയാണെന്നുണ്ടെങ്കിലും കോസ്റ്റ്യൂമർ, മേക്കപ്പ്, പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും അത്രയധികം മികച്ചൊരു ക്രൂവിനെ മലയാള സിനിമയിൽ നിന്ന് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ടീം ഫോം ആയതിനു ശേഷം എന്നാൽ നമ്മൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്ത് കൊണ്ടുപോകണം എന്ന് കരുതിയാണ്. ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നത് മാത്രമേ ചിന്തിച്ചുള്ളൂ. നമ്മളതിൻ്റെ ബിസിനസ് സാധ്യതകളോ അതിൻ്റെ പിന്നെ വിജയ പരാജയങ്ങളെക്കുറിച്ചൊന്നും ബോധവല്ലായിരുന്നു. ഒരു നല്ല പ്രോഡക്റ്റ് ആരുടെ മുമ്പിലും നമുക്ക് കാണിക്കാൻ കഴിയുന്ന, ആർക്കും അതായത് ഒരു മോശം സാധനം ഏതാണോ എന്ന് തോന്നാത്തൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണമെന്ന് മാത്രമാണ് നമ്മൾ കരുതിയത്. എനിക്കിത് നേരത്തെ പറഞ്ഞ പോലെ ഇതൊന്നിനും ബിസിനസ് സാധ്യതയ്ക്കപ്പുറം എല്ലാം എന്ത് വേണമെന്ന് ആ ക്രൂ ചോദിച്ചാൽ അത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. അതാണ് ഇതിൻ്റെ കളർ ഗ്രേഡിങ് തന്നെ എവിടെയാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. ഒരു ആൽബത്തിന് വേണ്ടി അവിടെ പോകാൻ പറ്റുമെന്ന് വരെ വലിയ വലിയ സിനിമകൾക്ക് മാത്രം കൊടുക്കുന്ന വേദിയിലാണ് നിങ്ങൾ ആൽബമായിട്ട് അവിടെ എത്തുന്നത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവയ്ക്കാമോ? കളർ ഗ്രേഡിങ് നമ്മൾ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ്, പോസ്റ്റ് പ്രൊഡക്ഷൻ ചിന്തിച്ചു തുടങ്ങിയ സമയത്താണ് നമ്മൾ കളർ ഗ്രേഡിങ്ങിന് വേണ്ടി റെഡ് ചില്ലീസിൽ പോകണം എന്നൊരാഗ്രഹം. അത് ആദ്യം പറയുന്നത് DOP ആണ്, സ്വാഭാവികമായിട്ടും കളർ ഗ്രേഡിങ് DOP ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പം നമുക്ക് അത് പ്രായോഗികമായ എത്രത്തോളം സാധ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒന്ന്, അവരുടെ ഫിലിമോഗ്രാഫിയിൽ എവിടെയും ഒരു ആൽബം ഇല്ല. റെഡ് ചില്ലീസിൻ്റെ ഫിലിമോഗ്രാഫിയിൽ അവർ നോക്കുമ്പോൾ അവർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സിനിമകൾ മാത്രം ചെയ്യുന്നൊരു സ്റ്റുഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം അവരെ അപ്രോച്ച് ചെയ്തു. അവരുടെ ഒരു പ്രൊസീജിയർ പ്രകാരം ഞാൻ മലയാള സിനിമയിൽ നിന്നൊക്കെ നമ്മൾ അന്വേഷിച്ചപ്പോൾ വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ്. മലയാളത്തിലെ വലിയ ബഡ്ജറ്റുള്ള ലാൽ സാറിൻ്റെ ഹൃദയപൂർവ്വം, പിന്നെ അതിനുമുമ്പ് മിന്നൽ മുരളി, അങ്ങനെയൊക്കെയുള്ള കുറച്ച് സിനിമകൾ മാത്രമാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ അവിടെ എത്തിയ ശേഷം അവരുടെ ഒരു പ്രൊസീജിയർ പ്രകാരം അവർക്ക് ആൽബം എന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങൾ ചെയ്യില്ല എന്നായി. അപ്പോൾ നിങ്ങളൊന്ന് കാണണം എന്നായി. ഇത് റഫ് കട്ടുണ്ട്, ഫൈനൽ മിക്സ് ആയിട്ടില്ല, നിങ്ങളൊന്ന് കാണണം. കണ്ട ശേഷം അങ്ങനെ അവർ കണ്ടപ്പോൾ അവർ ഒരു ഹാഫ് മൈൻഡിലേക്ക് എത്തി, ഞങ്ങൾ ചെയ്യാം. അവരുടെ ഒരു സ്ക്രീനിങ് ഒക്കെ നടത്തുന്നൊരു മാർക്കറ്റിംഗ് വിഭാഗമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗം. അപ്പോൾ അതിനുശേഷം അവർ കളറിസ്റ്റ്, അപ്പം നമുക്ക് അവരേതെങ്കിലും അസോസിയേറ്റ് കളറിസ്റ്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നായി.
ഞങ്ങൾ ഇവിടെ വരെ എത്തിയത് നമ്മൾ ഒരാഗ്രഹിച്ചെത്തിയാണ്. അങ്ങനെ നമുക്കൊരു കളർ DOP തന്നെ ഒരു കളറിസ്റ്റ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ദേവാൻഷി ദേശായി എന്നൊരു കളറിസ്റ്റ് തന്നെ ചെയ്യണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ദേവാൻഷി ദേശായിയുടെ ഫിലിമോഗ്രാഫികൾ നോക്കിക്കഴിഞ്ഞാൽ ജവാൻ, പത്താൻ, പിന്നെ പൊന്നീൻ സെൽവൻ, സിക്കന്ദർ, ഇതൊക്കെയായിരുന്നു അവരുടെ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫിലിമോഗ്രാഫി. അത് വളരെ 6-7 സിനിമകളാണ്, അതും എണ്ണം പറയാവുന്ന സിനിമകൾ. അപ്പോൾ അതൊരു കളറിസ്റ്റ് നമ്മൾ അവർക്ക് തിരക്കാണ്, അത് ബുദ്ധിമുട്ടാവും എന്നുള്ള രീതിയിലായി. പിന്നെ നമ്മൾ വീണ്ടും പലതവണ ഞാൻ പ്രൊഡക്ഷൻ ഡിസൈനർ താജുക്കയും ഞാനും DOP ഒക്കെ പലതവണ ബോംബെയിൽ പോയി അവരുമായി മീറ്റിങ്ങുകൾ നടത്തി. ഒരു തരത്തിൽ നമ്മൾ ഇതിലേക്ക് കൺവിൻസ് ചെയ്തു. അവർ അവസാനം അത് കാണാൻ തയ്യാറായി. കണ്ടപ്പോൾ അവർ ഓക്കെ ഞാൻ ചെയ്യാം എന്ന തീരുമാനത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതൊക്കെ വലിയൊരു ഭാഗ്യമാണല്ലേ? ഉറപ്പായിട്ടും അതൊരു വലിയ നമ്മളെപ്പോലെ നമ്മൾ ഒന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ചെറിയ രീതിയിലൊരു സംവിധാനം ചെയ്യുമ്പോൾ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഒരു വലിയ ഭാഗ്യം. ഇത് ചെറിയ രീതിയിലുള്ള സംവിധാനമൊന്നും അല്ല കേട്ടോ. നിങ്ങൾ വെറുതെ പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ള നല്ല പൈസ മുടക്കിയിട്ടുള്ള സംവിധാനം തന്നെയാണ്. കാണുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് താനും അതിനൊന്നും ഒരു വ്യത്യാസമില്ല. അത് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കാണാനുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരും ഒത്തിരി കഷ്ടപ്പെട്ട് വന്നതാണല്ലോ. ആ യാത്രയുടെ ഭാഗം തന്നെയാണല്ലോ ഇതും. ഉറപ്പായിട്ടും ഞാൻ എൻ്റെ ഒരു സംവിധാന സംരംഭത്തിൽ ഒരു ചെറിയ എന്തെങ്കിലും നമുക്കിപ്പോൾ ഒരു ഫീച്ചർ ഫിലിം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ പൈസ ബഡ്ജറ്റ് മുടക്കിയാൽ എനിക്ക് ചെറിയൊരു സിനിമ ചെയ്ത് തീർക്കാമായിരുന്നു. അപ്പോൾ ഞാൻ അത് വേണ്ട, എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമുക്ക് സംവിധായകൻ എന്ന പേര് നേടിയെടുക്കുക എന്നതൊന്നുമല്ല. അത് പേരിൻ്റെ അവസാനം സംവിധായകൻ എന്ന് ചേർക്കുക എന്നതൊന്നും ഒരു വലിയ ലക്ഷ്യമായി കാണുന്നതല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവണം. അത് നമ്മൾ വൃത്തിക്ക് ചെയ്തു എന്ന് 4 പേര് പറയണം. അങ്ങനത്തെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ അതിനുവേണ്ടി കഷ്ടപ്പെട്ടു. അതിനുവേണ്ടി നമ്മൾ കുറേ സമയമെടുത്തു. നമ്മൾ പൈസ മുടക്കി പ്രൊഡക്ഷൻ എൻ്റെ ഞാനും കൂടെ ഭാഗമായ ഒരു കമ്പനിയാണ്. അതിൽ വേറെയും ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അപ്പം അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. എല്ലാം ഒരു ഓട്ടത്തിൻ്റെ ഭാഗമായി എല്ലാം ഫലം കണ്ടു പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ സൈഡായിരുന്നു ഡയറക്ടർ നല്ലൊരു വിഷനുണ്ട്. ഇത് എങ്ങനെ തുടങ്ങി ഇതെവിടെ അവസാനിപ്പിക്കണമെന്നുള്ള എല്ലാ കാര്യത്തിലും പുള്ളിക്ക് ഒരു വിഷനുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ചെറിയൊരു സപ്പോർട്ട് മാത്രം കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടൊന്ന് ആളുടെ കൂടെ നിന്നു. പിന്നെ പ്രൊഡക്ഷൻ സൈഡായിരുന്നാലും നമുക്ക് ഏത് സിറ്റുവേഷനിലും നമ്മുടെ കൂടെ തന്നെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ഷൂട്ടിങ് സമയത്തായിരുന്നാലും അവരൊക്കെ നമ്മുടെ കൂടെ നിന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നിന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യമായ എക്യുപ്മെൻറ്റ്സുകളും അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും ഉണ്ടാക്കി തരിക എന്നുള്ളത് ലിമിറ്റഡ് ആയിരിക്കും. ബട്ട് എനിക്കിവിടെ ഒരു ലിമിറ്റേഷനും ഉണ്ടായിരുന്നില്ല. ഒരാഗ്രഹം പറഞ്ഞപ്പോൾ തന്നെ അത് ഇപ്പം റെഡ് ചില്ലീസ് പോലത്തെ ഒരു സ്റ്റുഡിയോയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയതും അതുപോലെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്നുള്ളൊരു സപ്പോർട്ട് തന്നെയാണ്. അല്ല, എല്ലാ ദൃശ്യങ്ങളും നമ്മൾ വിഷ്വൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിൽ ഇഷ്ടം തോന്നുകയാണ്. ഓരോ വിഷ്വൽസും ഇഷ്ടപ്പെടണം. ഓരോ ഷോട്ടുകൾ എണ്ണി പറയാൻ പറ്റില്ല. ഞാൻ കുറേ ഇരുന്ന് കണ്ടുകൊണ്ടാണ് പറഞ്ഞത്. എണ്ണി പറയാൻ പറ്റില്ല. എനിക്ക് ആ ബീച്ചിലെ സീനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഹോട്ടലിലൊരു സീനാണ്. ഹോട്ടലിലെ സീൻ നായിക വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നൊരു സജഷൻ ഷോട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിലുള്ളിട്ട് പിന്നീടാണ് ആ കഥയിലേക്ക് പോകുന്നത്. അത് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ആ ക്യാമറയുടെ ഒരു വിഷ്വൽ ബ്യൂട്ടി അവിടെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ എത്ര സമയം എടുത്തുകൊണ്ടായിരിക്കും ചെയ്യുക? അത് അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഹാഫ് ഡേ ഷൂട്ട് ഉണ്ടായിരുന്നു. കാരണം അവിടെ വർക്കിംഗ് ആണ്. ഞങ്ങൾക്ക് അവിടെ പെർമിഷൻ ഷൂട്ടിങ്ങിന് ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് ആ സമയത്ത് അവിടെ ഫുള്ളും ആൾക്കാർ തിരക്കുള്ള സമയമാണ്. അപ്പം അവിടെ ഗസ്റ്റിനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അത് എങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കണമെന്നുള്ളായിരുന്നു ഒരു വലിയ ടാസ്ക്. നമ്മളുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ജാക്കുസി റെസ്റ്റോറൻറ്റിനുള്ളിൽ തന്നെ ജാക്കൂസി വരുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പം നമുക്ക് സെറ്റ് ഇടാനൊന്നും പറ്റത്തില്ല, നമുക്ക് അതിനുള്ള ബഡ്ജറ്റ് ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഗോവ മൊത്തം സെർച്ച് ചെയ്തു. എൻ്റെ ലൈൻ പ്രൊഡ്യൂസർ നന്ദി വേണം. അഖിലും ഞാനും കൂടെ ഗോവ മൊത്തം സെർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തെ നമുക്കത് കണ്ടെത്തിയുള്ളൂ. ബീച്ചിൻ്റെ സൈഡ് ജാക്കൂസി ടേബിളിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് വരെ ജാക്കൂസിയാണല്ലോ. അപ്പോൾ അവിടേക്ക് അങ്ങനെ അപ്പോൾ അവർ ബ്ലോക്ക് ചെയ്തില്ല നമുക്ക്. അല്ലെന്നുണ്ടെങ്കിൽ വലിയ ഭീമമായ തുക കൊടുക്കണം. ഒരു ദിവസം പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിട്ട് ഷൂട്ടിന്. അപ്പോൾ അവിടെ ഗസ്റ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഷൂട്ട് ചെയ്യണം. ഒരു ഭാഗമാണ് അവർ ക്ലിയർ ചെയ്ത് തരുന്നത്. എന്നിട്ട് നമ്മൾ അത് പിന്നെ നമുക്ക് അര ദിവസമേ അവിടെ ഷൂട്ട് ചെയ്യാൻ നമ്മളുടെ ഷെഡ്യൂൾ പ്രകാരം പറ്റുള്ളൂ. അപ്പം പിന്നെ ലൈറ്റ് ചെയ്യുന്നതും മറ്റുമൊക്കെ DOPയുടെ ഒരു സ്പീഡ് അവിടെ ഹാഫ് ഡേയോടുകൂടി അങ്ങ് നടന്നു. ലക്ഷ്മി ഹാപ്പി അല്ലേ? അതെ, ഭയങ്കര ഹാപ്പിയാണ്. ഒത്തിരി ജീവിതയാത്രയിലൂടെ ഒരു വലിയ ഒരു ആൽബം എന്ന് പറഞ്ഞാൽ അത് ജനഹൃദയങ്ങൾ കീഴടക്കിയ ഒരു സംഭവമായി മാറി. ഒരുപാട് ഹാപ്പി, ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് ആക്ടിങ് എന്ന് പറയുന്നൊരു മേഖലയിൽ അങ്ങനെ അധികം ശ്രദ്ധിച്ചിരുന്നില്ല അതുവരെ. നേരത്തെ കുറച്ച് അവസരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും ആക്ട് ചെയ്യാം, അഭിനയിക്കാം എന്നുള്ളൊരു ധൈര്യം എനിക്കങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. മാത്രമല്ല ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെയ്തിട്ട് ഒരു റോളൊക്കെ ചെയ്ത് ഒരു അഭിനേത്രിയായിട്ട് അങ്ങനെ ഒരു പേര് അങ്ങനെ നോക്കിയിട്ടില്ല.
അപ്പോൾ ഈ പ്രോജക്റ്റ് പറയുന്ന സമയത്തും ഇവരെ ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ അഭിനയിക്കുന്നു എന്നുള്ളൊരു ചിന്ത വന്നിട്ടില്ല. അപ്പോൾ ലാസ്റ്റാണ് ഡയറക്ടർ പറയുന്നത് ഇത് നീ തന്നെ ചെയ്യുക എന്നുള്ളത്. അപ്പോഴും ഞാൻ പറഞ്ഞു ധൈര്യമില്ല, കാരണം വലിയ ഇവരെ എല്ലാം ഒരു സ്വപ്നമായിട്ട് വളരെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ എനിക്കൊരു വർക്ക്ഷോപ്പ് വേണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അതിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല ധൈര്യത്തോടു കൂടി വന്ന് ചെയ്യണം. അങ്ങനെ ഒരു വർക്ക്ഷോപ്പും ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ പിന്നീട് ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് മാറുന്നത്. പിന്നെ എല്ലാവരും ക്രൂ എന്ന് പറയുന്നത് DOP ആണെങ്കിലും കൂടെ വർക്ക് ചെയ്ത എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഒരു തുടക്കമായതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ടിൻ്റെ ബലത്തിൽ പിന്നെ ഒരു ഡ്രസ്സ് 2 തലമുണ്ടായിരുന്നു. ഫസ്റ്റ് ഗോവയിൽ, സെക്കൻഡ് UP ക്ലൈമാക്സ് സീനും. അപ്പോൾ ഫസ്റ്റ് എനിക്ക് വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ ഷൂട്ടിനാണേലും ഒക്കെ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസും ഞാൻ പോകുന്ന സ്ഥലവും അതൊക്കെ എനിക്ക് ഓക്കെ ആയിരുന്നു. സെക്കൻഡ് രണ്ടാമത് വന്നത് കുറച്ച് ചലഞ്ചായിരുന്നു, കാരണം കുറേ ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ അഭിനയിക്കാനുണ്ട് അതിൽ. പക്ഷേ എന്നാലും എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റി, നല്ല രീതിയിലെത്തി. ഒരു സ്വപ്നം, ഇതിൽ കഥ പറയുന്ന ഒരു സ്വപ്നമാണ് ഇത്. അതെ, അത് ശരിക്കും നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ട്, നല്ലൊരു ഡീപ്പായിട്ടൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഒരു സർവൻ്റൊക്കെ ആയിപ്പോയ ഒരു പെൺകുട്ടി, അവളുടെ ഒരു സ്വപ്നം, അവളൊരു രാത്രിയിൽ കാണുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ അവളുടെ മനസ്സിൽ എപ്പോഴോ ഉള്ള അങ്ങനെ എൻ്റെ ലൈഫ് ഇങ്ങനെ ജീവിക്കണമെന്ന് അവളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സ്വപ്നമാണ് അവൾ സ്വപ്നത്തിൽ കൂടെ കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവൾ റിയാലിറ്റിയിലേക്ക് കണ്ണു തുറക്കുമ്പം വീടിൻ്റെ മുന്നിൽ മടി പിടിച്ച് ഉറങ്ങുന്ന ഭർത്താവും, ഇപ്പോൾ രാവിലെ പിന്നെ അവൾക്ക് നോക്കാൻ പശുക്കളും അതൊക്കെ ഉണ്ട്. അങ്ങനെ വീട്ടിലെ ജോലികളിലേക്ക് റിയാലിറ്റിയായി കൊണ്ടുവരുന്ന ഒരു പെൺകുട്ടി. ചെയ്യാൻ പറ്റി, നന്നായിട്ട് ചെയ്യാൻ പറ്റി. നല്ല അഭിപ്രായമൊക്കെ കേട്ടപ്പോൾ സന്തോഷം തോന്നി. തീർച്ചയായിട്ടും നല്ല അഭിപ്രായം തന്നെ ഉള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും ജീവിതയാത്ര വലുതാണ്. അവിടെ എല്ലാം തരണം ചെയ്താണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ആ യാത്രയിലേക്ക് നമ്മൾ തിരിച്ചു നോക്കാൻ പോലും നമുക്ക് സമയം കിട്ടുന്നില്ല. അതുപോലെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. വളർച്ചയിൽ അസൂയ ഉണ്ടാകാം, ഒറ്റകളുണ്ടാകാം. അതൊക്കെ എങ്ങനെ തരണം ചെയ്തിട്ടുണ്ടാവും? നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നമ്മളെ 100 പേര് കുറ്റം പറയുന്നുണ്ടാവും, നമ്മൾക്ക് 100 ശത്രുക്കളുണ്ടാവും. അതിൻ്റെ ആ നെഗറ്റിവിറ്റിക്ക് വേണ്ടി നമ്മൾ സമയം കളയാതിരിക്കുക എന്നുള്ള സാധനം. നമ്മൾ ഇപ്പം സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും മറ്റു പുറത്താണെന്നുണ്ടെങ്കിലും നമ്മളെപ്പറ്റി മോശമായോ കുറ്റപ്പെടുത്തിയോ ശത്രുതയോടോ സംസാരിക്കുന്ന അത് നമ്മളെ ബാധിക്കുന്നില്ല എന്നതാണ് റിയാലിറ്റി. നമ്മളുടെ ജീവിതത്തെയോ നമ്മൾ ചെയ്യുന്ന വർക്കിനെയോ നമ്മളുടെ പ്രൊഫഷനെയോ ഒന്നും ഇത് ഒരു തരത്തിലും അത് നമ്മളെ ബാധിക്കുന്നില്ല. അത് നമ്മൾ തലയിൽ കയറ്റി വെച്ച് നമ്മൾ അതിനെക്കുറിച്ച് ടെൻഷനായി അതിനെക്കുറിച്ച് സങ്കടപ്പെട്ട് നമ്മൾ വെറുതെ നമ്മളുടെ ജീവിതം ജീവിക്കുന്നു. നമുക്ക് നമ്മളുടേതായ കാഴ്ചപ്പാടുണ്ട്. നമുക്ക് നമ്മളുടെ പ്രോജക്റ്റുകൾ, നമ്മളുടെ പ്രൊഫഷൻ, നമ്മളുടെ ലൈഫ്, പേഴ്സണലാണെങ്കിലും പ്രൊഫഷണലാണെങ്കിലും അതുമായി മുമ്പോട്ട് പോവുക. അതിനെക്കുറിച്ച് മാത്രം നമ്മൾക്ക് നമ്മളുടേതായ സുഹൃത്തുക്കൾ, നമ്മളത് പുറത്ത് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ വലിയ തരത്തിൽ ആകാത്ത ഒരാളാണ് ഞാൻ. ഒരു തരത്തിൽ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. നമുക്ക് പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത വർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മളുടെ ഫുൾ ടൈം നമ്മൾ സമയമില്ല ഒന്ന് വേറെ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് തന്നെ സമയം തികയുന്നില്ല. അതുകൊണ്ട് ഈ നെഗറ്റിവിറ്റിയെക്കുറിച്ച് അധികം ബോധേഡല്ല. അത് നമ്മൾ തന്നെ ഓൺലൈനിലൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അത്രയേ ഉള്ളൂ. ഒത്തിരി കല്ലും മുള്ളും പിറന്ന പാതയിലൂടെ യാത്ര ചെയ്തു. പിന്നെ നമ്മുടെ ആ ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തി, അല്ലേ? അതാണ് സത്യം പറയാം. നമ്മുടെ ആ ഒരു സ്ഥലം കണ്ടെത്തി. അന്നും പറയുന്ന ഒരാളുണ്ട്, എനിക്കെന്നും എന്നെ വിശ്വസിക്കുന്ന എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട്. അതാണല്ലോ ഒരു ഭാര്യയുടെ ഒരു വിജയം. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വിജയം ഉണ്ടാവില്ല. ആ വിജയയാത്രയിലാണ് ഇപ്പോൾ ഒരു ആൽബത്തിൽ ഒരു ഡയറക്ടറായി വന്നിരിക്കുന്നത്. ആ ജീവിതവും ഇതിൻ്റെ ഡയറക്ടറും വെച്ച് രണ്ടും 2 രീതിക്കായിരിക്കുമല്ലോ. ജീവിതത്തിലെ ഭർത്താവാണ്, ഡയറക്ടർ വേറെയാണ്. ആ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് തോന്നുന്നത്? എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സപ്പോർട്ട് എപ്പോഴും എനിക്ക് എൻ്റെ കുടുംബമാണ്. അന്നും ഇന്നും കുടുംബമാണ് പ്രയോറിറ്റി. ഡയറക്ടർ എന്നുള്ള നിലയിൽ പുള്ളിക്ക് എന്തെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. അത് വെച്ചിട്ടാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. കുടുംബം എന്ന് പറയുന്നത് ആ ഒരു സപ്പോർട്ടായിട്ട് എന്നും എപ്പോഴും കൂടെയുണ്ട്. കമ്പയർ ചെയ്യാൻ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്ത് മാറ്റം എന്ന് പറഞ്ഞാൽ പുള്ളി പണ്ടേ ഇങ്ങനെയാണ്. എല്ലാ കാര്യവും ഒരു പെർഫെക്ഷനിസ്റ്റോടുകൂടി എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എല്ലാം അങ്ങനെ ഒരു ചിട്ടയോടുകൂടി പോകുന്ന ഒരാളാണ്. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ഈ വണ്ടികളുള്ള പ്രിയം തോന്നാനുള്ള കാരണം? വണ്ടി എനിക്കല്ല, പുള്ളിക്കാണ് അതിനോടുള്ളൊരു
അങ്ങനൊന്നുമില്ല. നമുക്കിഷ്ടമുള്ള നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലോ, ഇഷ്ടമുള്ള ഒരു ഇന്ന വണ്ടി ഇന്നത് വാങ്ങിക്കണം. അപ്പോൾ സാഹചര്യം ഒത്തു വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ സാധിക്കും. ചെറിയ ആഗ്രഹങ്ങളാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പം എത്ര വണ്ടിയുണ്ട്? 4, 5 എണ്ണം പോലും അറിയില്ല എന്നുള്ള, അതാണ് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെന്ന് പറയുന്നത്. അല്ല, എല്ലാം ഉപയോഗിക്കുന്ന വണ്ടിയല്ലേ. ലാസ്റ്റ് വാങ്ങിയ വണ്ടി? ലാസ്റ്റ് ഹൈലക്സ്. ആ വണ്ടികൾ അത്രയും പ്രിയം തോന്നുന്ന രണ്ടുപേർക്കും ഒരേപോലെ തന്നെ പ്രിയമായിരുന്നു. എനിക്ക് എന്നേക്കാൾ കൂടുതൽ വാഹനത്തോടുള്ള താല്പര്യം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ എല്ലാ ചെറുപ്പക്കാർക്കും ഒക്കെ വാഹനത്തോട് താല്പര്യങ്ങളുണ്ടാവും. പിന്നെ ഒരുപക്ഷെ കൂടുതൽ താല്പര്യം ഉണ്ടാകാം. ഞാൻ അങ്ങനെ ഒരു വാഹനത്തോടുള്ള അമിത താല്പര്യമായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ നമുക്ക് ചില ആഗ്രഹങ്ങൾ തോന്നും, നമുക്ക് ഈ വാഹനം കൊള്ളാം, വാങ്ങിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ കൊള്ളാം. നമുക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിക്കില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്നു. ജീവിതം ഒന്നല്ലേ. ജീവിതത്തിൽ നമ്മൾ ചിലത് ആഗ്രഹിച്ച് കിട്ടാത്ത പ്രായങ്ങളുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? നമ്മൾ ഒത്തിരി സങ്കടപ്പെട്ടിട്ട് എന്ന് അതിൽ നിന്നും മാറി ചിലപ്പോൾ ഒരു സൈക്കിൾ വാങ്ങും പോലും നമുക്ക് പറ്റാത്ത, നമ്മുടെ വീട്ടുകാർക്ക് പറ്റാതെ വരും. പിന്നീട് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് വാങ്ങാൻ പറ്റുക. ആ ഒരു സ്വപ്നമായിരുന്നു ഈ വാഹനത്തിലുള്ള ഒരു യാത്ര. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റോറി ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഇല്ല. അതായത് എനിക്ക് സൈക്കിൾ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് വാങ്ങി തന്നിരുന്നു. എനിക്ക് ബൈക്ക് ആഗ്രഹിച്ച സമയത്തും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വാഹനം എനിക്ക് ഉപയോഗിക്കാൻ വാഹനം വീട്ടിൽ വാങ്ങി തന്നിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും വാങ്ങി തന്നിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഇന്ന വാഹനം എടുക്കണം, എനിക്കത് സാധിക്കാതെ പോയി, അത്ര ഒരു ഇമോഷണൽ സ്റ്റോറി എനിക്കങ്ങനെ വാഹനത്തോടില്ല. എനിക്ക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ വേണം, നമുക്ക് ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങണം. അത് എല്ലാം വാങ്ങാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്നത് തന്നെ. ഇപ്പോൾ എനിക്ക് ഇന്ന വണ്ടിയാണോ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ പോക്കറ്റിനനുസരിച്ചുള്ള വാഹനമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങും, ഉപയോഗിക്കുന്നതെന്ന്. പോക്കറ്റിന് വലിപ്പം കൂടുതലാണ്, അതാണല്ലോ വലിയ വലിയ വാഹനങ്ങൾ വരുന്നത്. വലിപ്പം കൂടട്ടെ, അല്ലേ? ഇനിയും കൂടണം. ഇനിയും കൂടുമ്പോഴാണ് നമ്മുടെ യാത്ര. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നെഗറ്റീവ് ഒന്നും നോക്കുന്നില്ലല്ലോ. നെഗറ്റീവ് നോക്കിയാൽ നമ്മൾ വീട്ടിലിരിക്കാനുള്ളൂ. പോസിറ്റീവോടെ യാത്ര ചെയ്താൽ നമ്മളെല്ലാം അങ്ങനെയാണല്ലോ. അപ്പം നമ്മളെല്ലാവരും, മനുഷ്യരെല്ലാം മുമ്പോട്ട്, എനിക്ക് നാളെ ഇന്ന് നിൽക്കുന്ന തലത്തിന് ഒരു തലം മുകളിലേക്ക് എത്തണം എന്നാണല്ലോ എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത്. ഏത് പ്രൊഫഷൻ ചെയ്യുന്നവരും ഏത് തരം ജോലി ചെയ്യുന്നവരും എല്ലാം ആഗ്രഹിക്കുന്നത് എനിക്ക് നാളെ അതിന് കുറച്ചുകൂടെ മുകളിലേക്ക് വളരണം, അല്ലെ എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങൾ അതൊക്കെ കുറച്ചുകൂടെ മെച്ചപ്പെടണമെന്ന് തന്നെയാണ് എല്ലാവരെയും പോലെ ആഗ്രഹങ്ങൾ സ്വാഭാവികമായി ഉണ്ട്. തീർച്ചയായിട്ടും. രശ്മിയെ സമയം കൊല്ലത്തിൽ നിന്ന് യാത്ര തുടങ്ങി. കൊല്ലത്തിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ യാത്ര തുടങ്ങിയ പോലെ ഒരു യാത്രയായിരുന്നു. പിന്നീട് അങ്ങോട്ട് വെച്ചടി എന്താണ് നമ്മൾ ലക്ഷ്യം കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. അതിനൊരു നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ആ യാത്രയിൽ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ ഒരു മുഹൂർത്തം ഏതെന്ന് ചോദിച്ചാൽ ഏത് പറയാൻ പറ്റും? അങ്ങനെ ചോദിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ടാവും. എടുത്തു പറയാൻ തക്കതായിട്ടില്ല. ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് കൈപ്പേറിയ അനുഭവങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതൊക്കെ തരണം ചെയ്തിട്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഒന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതിനെല്ലാം ഉൾക്കൊണ്ട് മുന്നോട്ട് അതിജീവിക്കുക. എങ്ങനെ മുന്നോട്ട് ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ മുന്നോട്ട് ഒരു പടി കൂടി എങ്ങനെ മുന്നോട്ട് ജയിക്കാൻ പോവാം എന്നുള്ളത് മാത്രമാണ്. ഇവരുമായിട്ട് എത്ര വർഷത്തെ പരിചയം? ഞാൻ ഈ പ്രൊജക്റ്റ് തുടങ്ങിയപ്പോഴാണ്. അവിടെ തൊട്ട് പിന്നെ ഞങ്ങൾ പേഴ്സണലി നമ്മളിത് അങ്ങനെ ഒരു സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ പ്രൊജക്റ്റിലേക്ക് എൻട്രി ആയി, പിന്നെ ത്രൂ ഔട്ട് പ്രൊജക്റ്റിൽ തന്നെയാണ് ഇരുന്നത്. രശ്മി, എന്തെങ്കിലും നമ്മൾ ചെയ്ത സംഭവങ്ങൾ പിന്നീട് അത് വേണ്ട എന്ന് തോന്നിയ മുഹൂർത്തം ഉണ്ടായിരുന്നു? ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എനിക്കിത് വേണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച്? ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഇപ്പം നമ്മളെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഡ്രസ്സ് ധാരണ നമ്മുടെയാണ് 100%. ആ ധാരണയിൽ പല നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട്, നമ്മുടെ ഡ്രസ്സിങ് രീതിയിൽ വരാറുണ്ട്, 100% വരാറുണ്ട്. അത് ഒരു കാരണവശാലും അതിൽ നിന്ന് തിരുത്തണം, എനിക്കിങ്ങനെ മതിയെന്ന് തോന്നാത്തത് എന്തുകൊണ്ടാണ്? എനിക്കങ്ങനെ ഒരു വസ്ത്രധാരണം ഇന്നത് മോശം ഇന്നത് നല്ലത് അങ്ങനെയില്ല. അവനവന് കംഫർട്ടാവുന്ന ഏത് വേഷവും അവനവന് ഉപയോഗിക്കാം. അത് ഞാൻ എനിക്ക് കംഫർട്ടാവുന്നൊരു വേഷമായിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. അതൊരിക്കലും എനിക്ക് തെറ്റാണ് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് അവനവന് കംഫർട്ടാവുന്ന വേഷം, നല്ലതെന്ന് തോന്നുന്ന വേഷം അവനവനിടാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് സംഭവത്തിലായിരിക്കും? ഒരു പൊട്ടിത്തെറി വെച്ചാൽ അങ്ങനെയല്ല, ഞാനൊരു വലിയ വഴക്കാളിയാക്കുന്നില്ലോട്ടെ. ഞങ്ങൾ വഴക്കൊക്കെ ഉണ്ടാക്കും, ഞങ്ങൾ നല്ല വഴക്കൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ പരസ്പരം വീട്ടിലിരിക്കുന്ന സാധനമൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയും. അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ആരും ഇല്ലെന്നൊക്കെ ആരും പറഞ്ഞാൽ അത് വെറുതെ തന്നെയാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കുണ്ടാക്കും. നമ്മൾ ഇപ്പോൾ ഒരു ദിവസം ഇന്നാൾ കുക്ക് ചെയ്യേണ്ട ടേമിൽ ഇന്നാൾ കുക്ക് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പോലും വഴക്കുണ്ടാവും. അതൊക്കെ എല്ലാ ദിവസവും ഉണ്ടായി പോകുന്ന വഴക്കുകൾ. അല്ലാതൊരു സീരിയസ് ആയ പിണക്കമോ ഉണ്ടായിട്ടില്ല. അല്ലാതുള്ള സ്വാഭാവികമായ വഴക്കുകൾ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന പോലുള്ള വഴക്കുകളൊക്കെ ഉണ്ട്. ഭർത്താവിൽ അഭിമാനിക്കുന്ന എന്തായിരുന്നു? എന്ത് കാര്യത്തിനും ഒപ്പം എല്ലാ സപ്പോർട്ടിലും നിൽക്കുന്ന ഒരു ആളാണ്. പിന്നെ നമ്മുടെ
എന്താണോ നമ്മുടെ പ്രൊഫഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് എനിക്ക് ചെയ്യാൻ ഒരു സ്പേസ് നല്ല രീതി ഫാമിലിയും എല്ലാം ഉള്ളപ്പോഴും തിരക്കുള്ളപ്പോഴും ഒക്കെ എനിക്ക് വളരാൻ എനിക്ക് എൻ്റെ ക്രിയേറ്റീവായിട്ട് എനിക്ക് പോകാനും എൻ്റെ ജോലി മുന്നോട്ട് പോകാനും ഒക്കെ നല്ല രീതിയിൽ സ്പേസ് കിട്ടുന്നൊരു കുടുംബമാണ്. കാരണം ഫാമിലിയൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളുണ്ടാവും നമ്മളുടെ കുട്ടികൾ കുടുംബമൊക്കെ ആയിട്ട്. പക്ഷെ അതൊക്കെ രാഹുലും കൂടി മാനേജ് ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് എൻ്റെ കരിയർ നോക്കാനും ഒക്കെ ഒരു നന്നായിട്ട് സ്പേസ് എനിക്ക് കിട്ടുന്നുണ്ട്. പുള്ളിയും കൂടെ മാനേജ് ചെയ്യുന്നതുകൊണ്ട് കിട്ടുന്നുണ്ട്. കോൺഫിഡൻ്റ് ആണ് ലക്ഷ്മി, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പം ഇത് തന്നെ ഇപ്പം ഇതുപോലൊരു ആൽബം ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇത്രയും ബഡ്ജറ്റൊക്കെ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ഹിന്ദി എന്നുള്ള ആർട്ടിസ്റ്റ് ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യാം എന്ന രീതിയിൽ ഞാനത് അല്ല രശ്മി തന്നെ ചെയ്യാൻ മതി, നമുക്ക് അങ്ങനെ മതി എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞ ശേഷം രശ്മി അത് കോൺഫിഡൻ്റ് ആയിട്ട് അത് തീരുമാനിച്ച ശേഷം അത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നു. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്താൽ അതിനുവേണ്ടി വർക്ക് ചെയ്ത് അപ്പോൾ രശ്മി എന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെടുന്നു, എനിക്ക് വർക്ക്ഷോപ്പ് വേണം, എനിക്കത് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് നമ്മൾ നല്ലൊരു കാസ്റ്റിംഗ് ഡയറക്ടറെ കണ്ടെത്തി വർക്ക്ഷോപ്പ് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഈ ഹാർഡ് വർക്കിംഗ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു അത് എങ്ങനെങ്കിലും ആയി പോകട്ടെ എന്നതിനപ്പുറത്തേക്ക് അതിനുവേണ്ടി കുറച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് പിന്നെ അപ്പോൾ പെട്ടെന്നൊന്നും ഇത്തിരി അലസതയുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്നൊന്നും ഒരു തീരുമാനം എടുപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു സാധനം. ഇപ്പം നമുക്ക് ഒരു സിനിമ ഒരു സുഹൃത്ത് വന്നൊരു കഥ പറഞ്ഞിട്ടുണ്ട്, സിനിമയിൽ അഭിനയിക്കാൻ പോയത്. ഇത് ഈ അഭിനയിക്കാം എന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനുവേണ്ടി കഷ്ടപ്പെടും. അപ്പോൾ അത് ആ ഒരു അപ്രോച്ചും കഷ്ടപ്പാടും ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് അതിനു വേണ്ടിയുള്ള ഒരു വർക്ക് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതിന് എനിക്ക് ഇമ്പ്രസീവായി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ജീവിതത്തിൽ ഇനി എന്ത് വേണം എന്നാണ് ആഗ്രഹം? ഞങ്ങളിപ്പം അടുത്തൊരു പ്രോജക്റ്റിൻ്റെ ഇതിലാണ്. ഞങ്ങളിപ്പോൾ സിയുടെ കണ്ടൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഞങ്ങൾ 2-3 ദിവസം മുംബൈയിൽ മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങളൊരു ഒരു സീരീസിൻ്റെ ആദ്യം ഞങ്ങൾ അവരോട് പറഞ്ഞൊരു പ്രപ്പോസൽ ഞങ്ങൾ ഗുഡിയ കണ്ട് അവർ തന്നെയാണ് കണ്ട് അപ്രൂവ് ചെയ്ത് സിയിലേക്ക് റിലീസ് ഇത് ചെയ്യുന്നത്. ഞങ്ങളൊരു വെബ് സീരീസ് ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ഹിന്ദിയിൽ തന്നെയാണ്. ഞങ്ങൾ ആദ്യം അവരോട് പറഞ്ഞ പ്രോജക്റ്റ് ഇതായിരുന്നു, ഞങ്ങൾ ഒരു 8 എപ്പിസോഡുള്ളതാണ്, ഞങ്ങൾ ഒരു എപ്പിസോഡ് ഈ ക്വാളിറ്റിയിൽ ഞങ്ങളുടെ പ്രൊഡക്ഷനിൽ ഞങ്ങൾ ചെയ്യാം, അതിനുശേഷം നമുക്ക് ബാക്കി ഡിസൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്വാളിറ്റിയിലൊക്കെ ചെയ്തുകൊണ്ട് വരും എന്ന് ഞങ്ങൾക്ക് ഏതാണ്ട് ഉറപ്പുണ്ട്, നിങ്ങൾ സ്ക്രിപ്റ്റിൽ ഇരുന്നോളൂ എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയും ഞങ്ങൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളതിൻ്റെ ടെക്നിക്കൽ വർക്കുകളും സ്ക്രിപ്റ്റിൻ്റെ വർക്കുകളും ഒക്കെ ആയിട്ട് പൂർണ്ണമായി അതിലാണ് ഇപ്പോൾ. ഇനി അങ്ങനത്തെ ഒരു യാത്രയിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യാൻ. അതെ, അത് നമ്മൾ ആൽബം തന്നിരിക്കുന്ന ഒരു ബലം. അതെ, നമ്മൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു ഗുഡിയ ഇപ്പം കേണെന്നുണ്ടെങ്കിലും കാണുമ്പോൾ അതിൽ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്ത് ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇതിനും അടുത്ത വീണ്ടും ഒരു സോങ് ചെയ്ത് ഇതേ ക്വാളിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ അടുത്ത ചെയ്യുന്നു കുറച്ചുകൂടെ എന്തെങ്കിലും വലുതായിട്ടും അല്ലെ അടുത്തേക്ക് നമ്മൾക്ക് എനിക്കാണെന്നുണ്ടെങ്കിലും ഉണ്ണിക്കാണെന്നുണ്ടെങ്കിലും കരിയറിലൊരു ഗ്രോത്ത് വളർച്ച എന്നൊക്കെ ഉണ്ടല്ലോ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും അങ്ങനെയാണല്ലോ ആഗ്രഹം. അപ്പോൾ അതിന് ഉള്ള വർക്കിലാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പ്രോജക്റ്റ് അതൊന്ന് അനൗൺസ് ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്കൊന്നും ആയിട്ടില്ല. അതിലൊരു ഗ്രീൻ സിഗ്നൽ ആയിട്ടുണ്ട്. അതിലൊരു പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്നൊരു പോസിറ്റീവായിട്ടുള്ള ഇതുണ്ട്. നമ്മളോട് അതിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകണം. തീർച്ചയായിട്ടും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിലെ നായികയാവുമെന്ന് എനിക്കറിയില്ല, അതൊക്കെ ഡയറക്റ്റ് തീരുമാനിക്കണം. എനിക്കൊന്നും പറയാൻ പറ്റില്ല, റെക്കമെൻഡ് ചെയ്യാനും പറ്റില്ല. അത് പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ നായിക അങ്ങനെയൊന്നുമില്ല. നല്ല എന്തെങ്കിലും ഇതേപോലെ ഇതുവരെ നോക്കിയിട്ടില്ല അഭിനയം. പക്ഷെ ഇപ്പം ഗുഡിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പം നമുക്ക് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നലുണ്ട്. അതെ, ഇനി നല്ല അവസരങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം, അങ്ങനെ തോന്നലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനിയുള്ള ആഗ്രഹം എന്താണ്? പ്രത്യേകിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോകണം. ഇതിലും കുറച്ചും കൂടെ നല്ല രീതിയിൽ ബെറ്ററായിട്ട് ലൈഫ് മുന്നോട്ട് പോകണം, അതേ ഉള്ളൂ. നമ്മൾ എത്തണമെന്ന് ആഗ്രഹിച്ചതിന് അപ്പുറത്തേക്ക് എത്തിയെന്ന് ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കഠിന പ്രയത്നം നമ്മൾ ഇപ്പോൾ ഇതൊന്ന് ആയിക്കഴിഞ്ഞപ്പോൾ, അതായത് യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു എത്തി, നമ്മൾ ആഗ്രഹിച്ച ഒരു ലെവലിലെത്തി. ഇനി അടുത്ത ലെവല്
ഇത് ഈ പറഞ്ഞ പോലെ അടുത്ത വരുന്നുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ത്യയിലെ ഇതൊരു ഒരു ശരിക്കും ലീഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമ്മളുടെ ഒരു ഒന്ന് ആദ്യത്തെ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. അത് സാധിച്ചിട്ടുണ്ട്. അത് സാധിച്ചു. ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു മുഹൂർത്തം ഓർമ്മ എടുക്കുക, പെട്ടെന്ന് ഓർമ്മ എടുക്കുക. ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു മുഹൂർത്തം. ഏറ്റവും കൂടുതൽ വേദനിച്ച ഈ കഴിഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിലുള്ള ഏറ്റവും കൂടുതൽ സന്തോഷം വന്ന മുഹൂർത്തം. ഇപ്പം ഈ നിമിഷം ഇതാണ്. ഗുഡിയ റിലീസായി, അതൊരു സിയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നു, ഇത്രയും നല്ല പോസിറ്റീവ് റെസ്പോൺസ് വന്നു എന്നുള്ള ഈ ഒരു നിമിഷം ഭയങ്കര സന്തോഷം തോന്നുന്ന നിമിഷം. ആ സന്തോഷത്തിൽ തന്നെ തുടർന്ന് നിങ്ങളങ്ങ് മുന്നോട്ട് യാത്ര ചെയ്യുക. ആ നേരത്തെ പറഞ്ഞ പോലെ പഴയ ജീവിത യാത്രത്തെ ദുഃഖങ്ങൾ മറക്കുക, മറന്നുകൊണ്ടേ പോവുക. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ തുടർന്ന് തന്നെ ഇരിക്കുക. ഒത്തിരി സന്തോഷം. ഈ ആൽബം എല്ലാവരും കാണേണ്ട ഒരു ആൽബം തന്നെയാണ്. ഉറപ്പായിട്ടും അതിൻ്റെ ക്വാളിറ്റി ആണ് ഈ ആൽബത്തിലേക്ക്, അതിൻ്റെ സബ്ജക്റ്റാണ് ഈ ആൽബത്തിലേക്ക്. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ് ആ ആൽബത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒത്തിരി സന്തോഷം 3 പേർക്കും. ഇനിയും നമുക്ക് കാണാം. ഉറപ്പായിട്ടും. താങ്ക് യു. താങ്ക് യു.